ആലപ്പുഴ ചമ്പക്കുളത്തിലെ വലിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. കുത്തനെയുള്ള കയറ്റത്തിൽ അപകടത്തിൽപ്പെടുന്നതിലധികവും ഇരുചക്ര വാഹന യാത്രികരാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലത്തിന് പിന്നാലെ ചമ്പക്കുളം വലിയ പാലത്തിന്റെ അപ്രോച്ച് റോഡും യാത്രക്കാരുടെ ജീവന് ഭീഷണിയാവുകയാണ്. ബൈക്ക് യാത്രക്കാർക്ക് ജീവൻ നഷ്ടമായതിനെ തുടർന്ന് മങ്കൊമ്പ് പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിരുന്നു. എന്നാൽ ചമ്പക്കുളം നെടുമുടി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചമ്പക്കുളം വലിയ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ ഇതുവരെയും അപകടം ഒഴിവാക്കാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ മന്ത്രിമാർ, എംപിമാർ, MLA മാർ, ഭരണാധികാരികൾ ഇവരൊക്കെ ഇതുവഴി ഒന്ന് സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു യാത്രക്കാരനാണ്, എത്രയോ വാഹനങ്ങൾ നിരന്തരമായി ഇതുവഴി പോകുന്നവരാണ്. അവർക്കൊക്കെ ദുരിതങ്ങളാണ്. ഇവിടെ നാട്ടുകാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. കാരണം അവർ സ്ഥിരമായി വാഹനം ഓടിച്ചു പോകുന്നവരാണ് ഇതുവഴി. കുട്ടനാടിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള നിർമ്മാണ രീതികൾ അവലംബിക്കാത്തതാണ് അപ്രോച്ച് റോഡുകൾ താഴുന്നതിന് പ്രധാന കാരണമെന്നാണ് ആരോപണം. പരിഹാരത്തിന് ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കണമെന്ന് കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഫിലിപ്പ് ചക്കക്കരി ആവശ്യപ്പെട്ടു. ബ്രിഡ്ജുകളുടെ പണികളിലെല്ലാം വന്നിരിക്കുന്ന അപാകതയാണ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് താഴുക എന്നുള്ളത്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ശ്രദ്ധിക്കാതെ നമ്മുടെ നാടിന് വികസനത്തിന് പകരം നാട്ടിൽ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചമ്പക്കുളം പാലത്തിന്റെ അപ്രോച്ച് റോഡ് താഴ്ന്ന അവസ്ഥയെ സ്ഥിരമായ പരിഹാര മാർഗം കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സ്കൂളുകൾ, ആശുപത്രികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, നെടുമുടി പഞ്ചായത്ത് ഓഫീസ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ പാലത്തിന്റെ ഇരുകരകളിലുമായി ഉണ്ട്. ദേശീയപാതയിലേക്കും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും പോകാൻ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന വഴിയാണിത്. സ്കൂൾ തുറക്കുന്നതോടെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടും. അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ വലിയ ദുരന്തങ്ങൾക്ക് കാത്തുനിൽക്കാതെ അപ്രോച്ച് റോഡിന്റെ തകരാർ അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.